DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 9 ഞായർ. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ്. AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളുടെ EKYC പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി ഈ മാർച്ച് 31 അവസാനിക്കുകയാണ്. അതിനുള്ളിൽ EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ വിഹിതം നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ, താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അടുത്ത അറിയിപ്പ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് 10 ലക്ഷത്തിലധികം പേർ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ 1517 ആശുപത്രികളിൽ സ്ക്രീനിങ്ങിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ക്രീൻ ചെയ്തതിൽ 42,048 പേരെ ക്യാൻസർ സംശയിച്ച് തുടർ പരിശോധനകൾക്കായി റെഫർ ചെയ്തു. ക്യാൻസർ ക്യാമ്പയിൻ വിജയമാക്കിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സ്ത്രീ സമൂഹത്തിനും മന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു. 9,66,665 സ്ത്രീകൾക്ക് സ്തനാർബുദം ഉണ്ടോ എന്നറിയാൻ സ്ക്രീനിംഗ് നടത്തി. അതിൽ 20,530 പേരെ സ്തനാർബുദം സംശയിച്ച് തുടർ പരിശോധനയ്ക്ക് റെഫർ ചെയ്തു. ക്യാമ്പയിൻ്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സർക്കാർ, സ്വകാര്യ, സഹകരണ മേഖലകൾ, സന്നദ്ധ പ്രവർത്തകർ, സംഘടനകൾ, പൊതുസമൂഹം തുടങ്ങിയ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വകാര്യ ആശുപത്രി, സ്വകാര്യ ലാബുകൾ എന്നിവരും സഹകരിക്കുന്നുണ്ട്. പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കും. ഇനിയും സ്ക്രീനിംഗ് വിധേയമായിട്ടില്ലാത്തവർ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തിയാൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്താവുന്നതാണ്. എല്ലാവരും സ്ക്രീനിംഗിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്ത അറിയിപ്പ് ഇന്ത്യയിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സാമ്പത്തിക സുരക്ഷ നൽകുന്ന മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് പദ്ധതി മാർച്ച് 31 വരെ ലഭ്യമാകും. ആകർഷകവും സുരക്ഷിതവുമായ നിക്ഷേപ ഓപ്ഷൻ. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആകർഷകവും സുരക്ഷിതവുമായ നിക്ഷേപ ഓപ്ഷൻ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ലഭിക്കും. 7.5% വാർഷിക പലിശ നിരക്കാണ്. ത്രൈമാസികമായി സംയോജിപ്പിക്കുന്ന രീതിയിലാണിത്. പരമാവധി നിക്ഷേപം 2 ലക്ഷം രൂപയാണ്. കുറഞ്ഞത് 1000 രൂപ മുതൽ 100ന്റെ ഗുണിതത്തിൽ നിക്ഷേപിക്കാം. നിക്ഷേപ കാലാവധി 2 വർഷമാണ്. 40% വരെ ഭാഗിക പിൻവലിക്കൽ സ്കീം കാലയളവിനുള്ളിൽ അനുവദനീയമാണ്. സ്ഥിരവും സുരക്ഷിതവുമായ വരുമാന മാർഗമാണിതിലൂടെ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത്. മൈനർ അക്കൗണ്ട് രക്ഷിതാവ് വഴി തുറക്കാവുന്നതാണ്. ഇന്ത്യൻ പൗരത്വമുള്ളവർക്കാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുക. പ്രായപരിധി ഇതിനില്ല. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഇതിൽ ചേരുവാനുള്ള അവസരമുണ്ട്. ഒരു വ്യക്തിക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഏതാണ്ട് 3 മാസത്തെ ഇടവേളയിൽ ഒരേ വ്യക്തിക്ക് കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാം. അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി മാസത്തെ 1,600 രൂപയുടെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. വീടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്നവരിലേക്കാണ് അവസാനം പെൻഷൻ തുക എത്തിച്ചേർന്നത്. വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് കേന്ദ്രവിഹിത തുകകളായ 200, 300, 500 എന്നീ തുകകളും അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ഇനിയും ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ ലഭിക്കും. എന്നാൽ ഒട്ടേറെ മാസത്തെ കേന്ദ്രവിഹിതം ലഭിക്കുവാനുള്ളവർ ബാങ്കിലെത്തി അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ ആധാറിന്റെ കോപ്പികളുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. മാർച്ച് മാസത്തിലും 1,600 രൂപ തന്നെയാണ് വിതരണം ഉണ്ടാവുക. റംസാനൊക്കെ പ്രമാണിച്ച് ഈ മാസം 20-ന് ശേഷം തന്നെ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.